മലപ്പുറം ജില്ലയിലെ എടക്കര പള്ളിക്കുത്ത് പ്രദേശത്തെയാകെ നടുക്കിയ ഒരു ദാരുണ സംഭവത്തിന്റെ ചുരുൾ അഴിഞ്ഞിരിക്കുന്നു. ഡൽഹിയിൽ വ്യവസായം നടത്തിയിരുന്ന പള്ളിക്കുത്ത് സ്വദേശിയായ രതീഷ ജീവനൊടുക്കിയ കേസിൽ ഹണി ട്രാപ്പ് ഉൾപ്പെടെയുള്ള ഗൂഢാലോചനകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അയൽവാസിയായ യുവതിയും ഭർത്താവും ഉൾപ്പെടെയുള്ള സംഘമാണ് ഈ ക്രൂരമായ കെണിക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. ജൂൺ 11-നാണ് രതീഷിനെ പള്ളിക്കുത്തിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എടക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ CITV ധനഞ്ജയ ദാസിന്റെ നേതൃത്വത്തിൽ നടന്ന ഊർജിതമായ അന്വേഷണത്തിനൊടുവിലാണ് നിർണായക അറസ്റ്റ് ഉണ്ടായത്. പള്ളിക്കുത്ത് സ്വദേശിനിയും രതീഷിന്റെ അയൽവാസിയുമായ ഇടപ്പലം സിന്ധുവിന്റെ ഭർത്താവ് ശ്രീരാജ, സിന്ധുവിന്റെ ബന്ധുവായ പള്ളിക്കുത്ത് കൊന്നമണ്ണ മടുക്കോലിൽ പ്രവീൺ, നാട്ടുകാരനും ശ്രീരാജിന്റെ സുഹൃത്തുമായ കാക്കനാട്ട് പറമ്പിൽ മഹേഷ് എന്നിവരാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. കേസിൽ നേരിട്ട് പങ്കെടുത്ത മറ്റൊരു പ്രതിയായ സാബു ഒളിവിലാണെന്നും പോലീസ് അറിയിച്ചു. രതീഷിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ഹണി ട്രാപ്പ് എന്ന കെണിയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് ആസൂത്രിതമായി രതീഷിനെ വലയിലാക്കി നഗ്നനാക്കി ചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി പണം തട്ടാനായിരുന്നു സംഘത്തിന്റെ ശ്രമം. ഭീഷണിക്ക് വഴങ്ങാതെ വന്നതോടെ പ്രതികൾ രതീഷിന്റെ സ്വകാര്യത പരസ്യപ്പെടുത്തി മാനസികമായി തകർക്കാൻ ശ്രമിക്കുകയും അതാണ് അദ്ദേഹത്തെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു. പ്രതികൾ രതീഷുമായി മുൻപ് നടത്തിയിരുന്ന സാമ്പത്തിക ഇടപാടുകളാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്. സിന്ധു ഉൾപ്പെടെയുള്ള പ്രതികൾ വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് രതീഷിന്റെ കയ്യിൽ നിന്ന് പലപ്പോഴായി പണം കടം വാങ്ങിയിരുന്നു. രതീഷ് ഈ പണം തിരികെ ആവശ്യപ്പെട്ട് തുടങ്ങിയതോടെയാണ് പ്രതികൾ പ്രതികാരത്തിനും കൂടുതൽ പണം തട്ടിയെടുക്കാനുമായി ഹണി ട്രാപ്പ് എന്ന കുറ്റകൃത്യത്തിന് പദ്ധതിയിട്ടത്. സംഭവത്തിന്റെ മുഖ്യ സൂത്രധാരകരായ സിന്ധുവും ഭർത്താവ് ശ്രീരാജും ചേർന്നാണ് ഗൂഢാലോചന നടപ്പിലാക്കിയത്. 2024 നവംബറിലാണ് രതീഷിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഈ ക്രൂരമായ അതിക്രമം അരങ്ങേറിയത്. പണം തിരികെ നൽകാമെന്ന് പറഞ്ഞ് രതീഷിനെ സിന്ധുവിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. വീട്ടിൽ വെച്ച് സിന്ധുവും കൂട്ടാളികളും ചേർന്ന് ബലം പ്രയോഗിച്ച് രതീഷിനെ നഗ്നനാക്കി. ഈ സമയം വിവസ്ത്രനായി നിൽക്കുന്ന രതീഷിനൊപ്പം സിന്ധു കൂടെ നിന്ന് ഫോട്ടോകളും നഗ്ന വീഡിയോകളും പകർത്തി. ഭീഷണിപ്പെടുത്തുന്നതിനും പണം ആവശ്യപ്പെടുന്നതിനും തെളിവായി ഉപയോഗിക്കാനാണ് ഈ ചിത്രങ്ങൾ പകർത്തിയത്. നഗ്ന ചിത്രങ്ങളും വീഡിയോയും പുറത്തുവിടാതിരിക്കാനായി സംഘം രതീഷിനോട് ആവശ്യപ്പെട്ടത് 2 ലക്ഷം രൂപയായിരുന്നു. ശ്രീരാജും സിന്ധുവും ഈ തുക ആവശ്യപ്പെട്ട് രതീഷിനെ നിരന്തരമായി ഭീഷണിപ്പെടുത്തി. പണം നൽകിയില്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കും സാമൂഹിക മാധ്യമങ്ങളിലേക്കും ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. രതീഷ് ഈ ഭീഷണികൾക്ക് വഴങ്ങാൻ തയ്യാറായില്ല. നിയമപരമായി നേരിടാൻ അദ്ദേഹം തീരുമാനിച്ചു. എന്നാൽ പണം കിട്ടില്ലെന്ന് ബോധ്യമായതോടെ പ്രതികൾ തങ്ങളുടെ ഭീഷണി നടപ്പിലാക്കി. പകർത്തിയ സ്വകാര്യ ചിത്രങ്ങൾ രതീഷിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾക്ക് അയച്ചു കൊടുത്തു. പ്രതികൾ നഗ്ന ചിത്രങ്ങൾ ആദ്യം അയച്ചു നൽകിയത് രതീഷിന്റെ ഭാര്യയ്ക്കായിരുന്നു. കൂടാതെ അദ്ദേഹം അംഗമായിരുന്ന സ്കൂളിലെ സഹപാഠികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കും മറ്റ് സുഹൃത്തുക്കൾക്കും ഈ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു. ഒരു ഡൽഹി വ്യവസായിയും നാട്ടിലെ പ്രമുഖനുമായിരുന്ന രതീഷിന് ഇത് കടുത്ത മാനസിക ആഘാതമുണ്ടാക്കി. ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നതോടെ രതീഷ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായി. നാണക്കേട് താങ്ങാനാവാതെയാണ് മകൻ ജീവനൊടുക്കിയത് എന്ന് രതീഷിന്റെ അമ്മ പിന്നീട് പോലീസിൽ നൽകിയ പരാതിയിൽ ആരോപിച്ചിരുന്നു. പ്രതികളുടെ ഈ പ്രവൃത്തി രതീഷിന്റെ ആത്മഹത്യയിലേക്ക് നയിക്കുകയായിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചു. രതീഷിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയും അമ്മയും ചേർന്ന് എടക്കര പോലീസിൽ വിശദമായ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് സമഗ്രമായ അന്വേഷണം ആരംഭിച്ചത്. രതീഷ് ഹണി ട്രാപ്പിന് ഇരയായി എന്ന വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും മൊഴികൾ അന്വേഷണത്തിൽ നിർണായകമായി. കേസിലെ മുഖ്യ പ്രതികളായ രതീഷും സിന്ധുവും ബന്ധുക്കളും സഹപാഠികളുമായിരുന്നു. ഈ സൗഹൃദവും വിശ്വസ്തതയും മുതലെടുത്താണ് സിന്ധു പലപ്പോഴായി രതീഷിൽ നിന്നും പണം കൈപ്പറ്റിയിരുന്നത്. ഈ അടുപ്പം ഹണി ട്രാപ്പിന് കളമൊരുക്കാൻ പ്രതികളെ സഹായിച്ചു. രതീഷിൽ നിന്നും കൂടുതൽ പണം തട്ടിയെടുക്കാനായി സിന്ധുവും ഭർത്താവ് ശ്രീരാജും ചേർന്ന് കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയാണ് ശ്രീരാജിന്റെ സുഹൃത്ത് മഹേഷിനെയും സിന്ധുവിന്റെ ബന്ധുവായ പ്രവീണിനെയും സഹായത്തിനായി കൂടെ കൂട്ടിയത്. ഡൽഹിയിൽ സ്ഥിരതാമസമാക്കിയിരുന്ന രതീഷ് നാട്ടിലെത്തിയ സമയം നോക്കിയാണ് സിന്ധു കെണിയൊരുക്കിയത്. കടം വാങ്ങിയ പണം തിരികെ നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതിനെ തുടർന്ന് രതീഷ് സിന്ധുവിന്റെ വീട്ടിലെത്തുകയായിരുന്നു. ഇതാണ് പ്രതികൾക്ക് നഗ്ന വീഡിയോ പകർത്തിയെടുക്കാൻ അവസരം നൽകിയത്. ഒളിവിലുള്ള പ്രതി സാബുവിനായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ പേർക്ക് സംഭവത്തിൽ പങ്കുണ്ടോ എന്നും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും വിശദമായ തുടരന്വേഷണം നടക്കുമെന്ന് എടക്കര പോലീസ് അറിയിച്ചു.